പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഹോം എന്ന് പറയുന്ന മെനു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് അത് ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കൊരു സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേർഡിൻ്റെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും പഠിച്ചത് നമ്മൾ ഹോം എന്ന് പറയുന്ന മെനു ആണല്ലേ. നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യാം. സ്റ്റാർട്ടിൽ ഓൾ പ്രോഗ്രാംസിൽ എല്ലാവരും സ്പീഡായി പറഞ്ഞു നോക്കുക കേട്ടോ. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്. ഓക്കെ, അതിൽ നമ്മൾ ഹോം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം. ഇനി തൊട്ടടുത്ത മെനു ആണ് നമ്മൾ പഠിക്കുന്നത്. ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻസേർട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം നോക്കാൻ പോകുന്നത് ഈ പേജസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. പേജസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിലിവിടെ പേജ് കവർ എന്ന് പറയുന്ന കാണാം, കണ്ടോ, കവർ പേജ്. അതിൽ നമ്മൾ കവർ പേജ് എന്ന് പറയുന്നത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. കവർ പേജ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ പേജിൻ്റെ കുറേ സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കവർ പേജ് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മൾ ആ ഒരു കവർ പേജിലേക്ക് മാറും. കണ്ടില്ലേ, ആ ഒരു കവർ പേജിലേക്ക് മാറും. അതിൽ നമുക്കിവിടെ ടൈപ്പ് ദ ഡോക്യുമെൻറ്റ് ടൈറ്റിൽ. നമ്മൾ ഏതൊരു ഡോക്യുമെൻ്റ് ആണോ ചെയ്യുന്നത്, നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിലും ഒരു കവർ പേജ് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് അല്ലേ. ഏത് ഡോക്യുമെൻ്റ് ആണോ അത് ചെയ്യുന്നത് അതിനൊരു ടൈറ്റിൽ ഉണ്ടാവും. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സബ് ടൈറ്റിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടൈപ്പ് ചെയ്താൽ അതിനനുസരിച്ച് വരും. ഒരു ടൈറ്റിൽ ടൈപ്പ് ചെയ്യാം, ഒരു സബ് ടൈറ്റിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മളിൻ്റെ അബ്സ്ട്രാക്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽ മൊത്തം, ആ ഡോക്യുമെൻ്റ് എന്താണ് അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഷോർട്ടായിട്ടുള്ള ഒരു സമ്മറി ഒരു കണ്ടൻറ്റ് നമ്മളതിൽ പറയാം. ഓക്കെ, ഇനി അഡ്മിൻ ആണോ ആരാന്ന് പറയാം. പിക്ക് ദ ഡേറ്റ് നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഡേറ്റിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡേറ്റ് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളവിടെ മാറ്റം വരുത്തുന്നത് എന്താണോ അതവിടെ വരും. നമ്മളവിടെ മാറ്റം വരുത്തുന്നത് എന്താണോ അതവിടെ വരും. ഇവിടെ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതിൻ്റെ സബ് ടൈറ്റിൽ ഇനി ഈ ഇമ്പോർട്ടൻ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്കതിൻ്റെ ആസ്പെക്ട്സ് എന്താണോ അത് കൊടുക്കാം. നമുക്കിങ്ങനെ നീക്കി വെക്കാം കേട്ടോ. അത്ര എവിടേക്കാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്കതിനനുസരിച്ച് അത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടില്ലേ, ഇമ്പോർട്ടൻറ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് സബ് ടൈറ്റിൽ വന്നു. ഇവിടെ നമുക്ക് അതേപോലെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കത് സെലക്ഷൻ വരും. അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
കണ്ടില്ലേ, ഇവിടെ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു രീതിയിൽ അതിലേക്ക് മാറും. മനസ്സിലായില്ലേ? ഇനി ഒരു ബ്ലാങ്ക് പേജ് എടുക്കാം. തൊട്ടടുത്ത് ഇനി ഇവിടെ ബ്ലാങ്ക് പേജ് എന്ന് പറഞ്ഞ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ കാണുന്നില്ലേ, ആരോ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ളത് വേണമെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, നമ്മൾ ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേപോലെ വന്നു. കണ്ടോ, അബ്സ്ട്രാക്റ്റ് ഇവിടെ വന്നു. ഇനി ഇവിടെ നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ടൈപ്പ് ഓഫ് എ കമ്പനി ഒക്കെ പറഞ്ഞ് നമുക്ക് മാറ്റം വരുത്താം. ഇൻസേർട്ടിൽ കവർ പേജ് നമ്മൾ ഇത്രയും പഠിച്ചു അല്ലേ. അതിനുശേഷം ഇതിൻ്റെ താഴെ തന്നെ ബ്ലാങ്ക് പേജ്. ഇനി പേജ് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകണം, തൊട്ടടുത്ത പേജിലേക്ക് പോകണം. അപ്പം നമ്മളൊന്നെങ്കിൽ എൻ്റർ പ്രസ് ചെയ്തിട്ടാണ് താഴോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേജ് ബ്രേക്ക് എന്നുള്ളത് കൊടുത്താൽ പുതിയൊരു പേജിലേക്ക് അത് പോകുന്നതാണ്. ആ ഒരു ഭാഗം തൊട്ടിട്ട് പുതിയൊരു പേജിലേക്ക് അത് പോകുന്നതാണ്. മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ വെച്ചിട്ട് തൊട്ടടുത്ത പേജിലേക്ക് വേണമെങ്കിൽ കഴ്സർ അവിടെ കൊണ്ട് വെക്കുക. അറിയാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് കാണിക്കാം. ഈ ഒരു ഭാഗം തൊട്ടിട്ട് നമുക്ക് തൊട്ടടുത്ത പേജിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ടിൽ പേജ് ബ്രേക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ തൊട്ടടുത്ത പേജിലേക്ക് അത് പോകും. ഇനി ഈ പേജ് എന്നുള്ളൊരു ഭാഗം ഇപ്പോൾ കംപ്ലീറ്റ് മനസ്സിലായില്ലേ. ഇനി നമുക്കതിൽ തൊട്ട് ഇപ്പുറത്തത് ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. അത് നോക്കാം. ടേബിൾ എന്ന് പറയുന്നത്, ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ആരോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം, എത്ര കോളം വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ളതാണ് കോളം അല്ലേ, താഴോട്ട് ഇങ്ങനെയുള്ളതാണ് നമുക്ക് റോ. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ആ ഒരു നമ്പറിൽ നമുക്ക് റോയും കോളവും കിട്ടും. ഇതാണ് കോളം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളതാണ് റോ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഇറേസർ കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്, വായിച്ചാൽ മതി. ഇനി നമുക്ക് ടേബിളിൽ തന്നെ ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ, എത്ര കോളം വേണമെന്ന് ഇവിടെ നമ്പർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. 1 എന്ന് പറഞ്ഞാൽ ഒരു കോളം ഒരു റോ. ഇത് ഒരു കോളവും 2 റോയും, 2 കോളവും 2 റോയും, അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നമുക്ക് താഴെ കാണാം ഇൻസേർട്ട് ടേബിൾ എന്ന് പറഞ്ഞ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എത്ര നമ്പർ വേണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കോളം എത്ര, നമ്പർ ഓഫ് കോളംസ് എന്നുള്ളതിൽ എത്ര കോളംസ് വേണമെന്ന് ഉള്ളത് നമുക്ക് സെലക്ട് നമ്പർ പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ, അടിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫിക്സ്ഡ് കോളത്തിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്താൽ മതി. ആ ഒരു വിഡ്ത്തിൽ നമുക്ക് അത്രയും ഒരു കോളം വരുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഇവിടെ കഴ്സർ വെക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ആരോ കാണുന്നില്ലേ, ഇങ്ങനെ വരുന്ന ആരോ കാണുന്നില്ലേ 2 സൈഡിലേക്കും. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് നീക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വിഡ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്യാം. കണ്ടില്ലേ, നീക്കി വെക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ആരോ വരുന്ന സമയത്ത് നീക്കാം. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആരോ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ
ആ പോർഷനിൽ വെക്കണം കേട്ടോ, ആ വരയിൽ തന്നെ കൊണ്ടുവെക്കുക. അതിന് ശേഷം ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്തതിന് ശേഷം അത് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്കതിൽ ഇൻസേർട്ടിൽ ടേബിളിൽ തന്നെ ഇൻസേർട്ട് ടേബിൾ ഇപ്പോൾ പഠിച്ചു, ഇത് പഠിച്ചു, ഇൻസേർട്ട് ടേബിൾ പഠിച്ചു. ഇനി ഡ്രോ ടേബിൾ എന്ന് പറഞ്ഞ് കാണാം. ഡ്രോ ടേബിൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരച്ചു കൊടുക്കാം. ടേബിൾ നമുക്കിവിടെ വരച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ എത്ര കോളം വേണമെന്ന് നമുക്ക് നിശ്ചയിക്കാം, എത്ര റോ വേണമെന്ന് നിശ്ചയിക്കാം. കണ്ടില്ലേ, എത്ര റോ വേണമെന്നും നിശ്ചയിക്കാം, വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ ഈ ഒരു വരച്ചതിൻ്റെ ഇതിൻ്റെ തൊട്ട് താഴേക്ക് ഒരു കോളം വേണമെങ്കിൽ ഇവിടുന്ന് എൻ്റർ പ്രസ് ചെയ്താൽ മതി കേട്ടോ. താഴെ ഏറ്റവും താഴെ കൊണ്ടുപോയി കഴ്സർ വെച്ചതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴോട്ടൊരു റോയും കൂടെ വരുന്നതാണ്. ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യും. ഇനി നമുക്ക് നമുക്കതിൽ പഠിക്കാനുള്ളത് ടേബിളിൽ ഡ്രോ ടേബിൾ നമ്മളിപ്പോൾ വരച്ചത് പഠിച്ചു അല്ലേ. ഇനി എക്സൽ പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. ഇതിന്ന് ഡയറക്റ്റായിട്ട് ഈ പേജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എക്സലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ കാണാം ക്വിക്ക് ടേബിൾ എന്ന് പറഞ്ഞ് കാണാം. അതിലെവിടെ നമുക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ താഴോട്ട് കുറേ കലണ്ടറിൻ്റെ കുറേ കണ്ടില്ലേ, ഓരോ ടേബിളിൻ്റെ ഫോർമാറ്റ് കാണിച്ചു തരുന്നുണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തെടുക്കാം. ഇതാണ് വേണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എന്താണോ അതിൽ ടൈപ്പ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോൾ ക്ലാസ് 1 ക്ലാസ് 2 എന്നാണ് വേണ്ടെങ്കിൽ അതവിടെ മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്കിവിടെ ചേഞ്ച് വരുത്താവുന്നതാണ്. എല്ലാത്തിലും ചേഞ്ച് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് അടിച്ച് കയറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ബട്ടൺ അടിച്ചാൽ മതി കേട്ടോ. റൈറ്റ് ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും അറിയാലോ. റൈറ്റ് ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ലെറ്റർ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്ര സൈസ് വേണമെന്ന് സെലക്ട് ചെയ്യാം. കളർ ഏത് കളറിൽ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻസേർട്ടിൽ ടേബിളിൽ ഏറ്റവും താഴെ കാണാം ക്വിക്ക് ടേബിൾ എന്ന് പറഞ്ഞ് കാണാം. അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. ഈ കാണുന്നതെല്ലാം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കവിടെ എന്ത് ചേഞ്ചസ് ആണോ വേണ്ടത് അത് വേണേൽ മാറ്റി കൊടുക്കാം. ഇവിടുന്ന് വേണേൽ മാറ്റി കൊടുക്കാം, അല്ലെ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് മാറ്റി കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്തു. ഈ ടേബിൾ എന്നുള്ള പോർഷനിൽ ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു. ഈ ഒരു പേജസ് എന്നുള്ളൊരു ഭാഗവും ഈ ഒരു ഇൻസേർട്ട് എന്നുള്ളൊരു ഭാഗവും എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗം പേജസ് എന്നുള്ള ഭാഗവും ടേബിൾ എന്നുള്ള ഭാഗവും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.